എക്സൈറ്റഡ് ആണോ? ഓ ആക്ടിങ് പറയൂ. വണ്ടി അവിടെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. കൊല്ലും ചെയ്യും. ശരി വാ. ലൊക്കേഷൻ എന്താ? മാരുതി സുസുക്കി. ഏതാ പുതിയ വണ്ടി? നാണിക്കുന്നെന്താ? കളർ എന്താ? വൈറ്റ്. എത്ര രൂപയായി? തോന്നുന്നു നമ്മുടെ ആള് കേട്ടോ. അല്ല 6 ലക്ഷം രൂപ. ഓക്കെ പറഞ്ഞോ. മൈക്കാ ടോപ്പിക് ഇസ് മൈക്കാ. പണ്ട് വെക്കേഷൻ കഴിയുമ്പോ എഴുതാൻ പറയില്ലേ? അഞ്ജലി പോയ ഈ നല്ല മുഹൂർത്തത്തില് കാറെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അഞ്ജലി ഉണ്ടായിരുന്ന അത്രയും നാളെ ഞങ്ങൾക്ക് ട്രിപ്പിൾ വെച്ച് പോകാനേ ഭാഗ്യമുള്ളായിരുന്നു. അഞ്ജലി പോയത് കൊണ്ട് നന്നായതാണോ എന്നറിയില്ല. പക്ഷേ ഇനി ഞങ്ങൾ പൊളിക്കുമ്പോൾ ഞങ്ങൾ വീഡിയോസ് അയക്കാം. അപ്പൊ അഞ്ജലി അവിടുന്ന് ഓടിയൊക്കെ എടുത്തിട്ട് ചാടി കിടക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും അഞ്ജലി അയക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ക്യാബിന് വെയിറ്റ് ചെയ്യണം. പക്ഷെ ഓട്ടോ പോലും വരുന്നില്ലേ? പൈസ പോലും പേ ചെയ്യാതെ കാർ എടുക്കാൻ വേണ്ടി ഓടുകയാണ്. അവിടെ ചെല്ലുമ്പോ മിക്കവാറും അവർ പറഞ്ഞു വിടും നിങ്ങളെ. എന്താ ഇതെന്റെ വണ്ടിയുടെ? നമ്മള് മൈസൂര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓൺ ദ വേ ആണ്. ബാംഗ്ലൂർ എത്തി. ഇനി മൈസൂർക്ക് പോകണം. ടോട്ടൽ ഡിസാസ്റ്റർ. വണ്ടി കിട്ടിയില്ല. പട്ടി ചന്തക്ക് പോയ പോലെ തിരിച്ചു പോവുകയാണ്. എന്താ പറ്റിയെന്നും കൂടെ പറയും. അതും കൂടെ ഓർമ്മയിലിരിക്കട്ടെ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വണ്ടി എടുക്കുന്ന ഒരാൾ വണ്ടി എടുക്കുമ്പം അയാളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഷോറൂമിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരാൻ പാടുള്ളൂ എന്നൊരു റൂളുണ്ട്. ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു എൻ്റെ അറിവിൽ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വരെ എൻ്റെ അനിയത്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത്. ലാസ്റ്റ് 2 days ഫ്രൈഡേ ആൻഡ് എല്ലാവരും വീട്ടിൽ പോയത് കൊണ്ട് അവർക്കിപ്പോൾ ഫണ്ട് തിരിച്ചാക്കണമെന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് അവരുടെ അക്കൗണ്ട്സ് മാനേജർ വന്നിട്ട് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയാണ്. നാളെ എൻ്റെ അനിയത്തിയുടെ അക്കൗണ്ടിൽ ഫണ്ട് വന്നിട്ട് അത് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് അത് ഞാനിവിടെ എടുക്കണം. ചുരുക്കത്തിൽ പറഞ്ഞ വണ്ടി ഇന്നില്ല. അതായത് വണ്ടി ഇന്നില്ല, നാളെ കിട്ടും. ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതൊരു പ്രപഞ്ച സത്യമാണ്. അതാ നമ്മുടെ വണ്ടി എത്തിയിരിക്കുന്നത്. എക്സൈറ്റഡ് ആണോ? ഞങ്ങക്ക് നല്ല എക്സൈറ്റ്മെന്റ്. ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്ത പോലുള്ള എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഞങ്ങളുടെ സ്വന്തം വണ്ടി. ഓ ഹാപ്പി മോട്ടോറിങ്. വലിയ കീ ഒക്കെ കിട്ടാൻ പോകുന്നു. ജയിന് നാണം വരുന്നുണ്ട്. ആക്ച്വലി നാണം വരുന്നുണ്ട്. ഷൈയാണ്. അറ്റൻഷൻ. അതുകൊണ്ട് കല്യാണം പോയി ഇത് ഇങ്ങനെ എല്ലാവരുടെയും കണ്ട് നിൽക്കണമെന്ന് ഓർത്തിട്ട് കല്യാണം പോലും കഴിക്കാതിരിക്കുന്നത് എന്താ ശരിയാവും. ഇനി ആരാ 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 ഞങ്ങളുമല്ലോ.
ഓടിക്കല്ല നോക്ക് കേറി കേറി എന്നെ നോക്കി ചിരിക്കണേ. ഗിയർ മാറ്റുന്നു. ഗിയർ മാറ്റിയോ? ഓൾറെഡി മാറ്റിയോ? അതൊക്കെ നമ്മളതാ നമ്മുടെ പുതിയ വണ്ടിയുമായി പോകുന്നു. നമ്മൾ നമ്മുടെ വണ്ടിയുമായി പോകുന്നു. ആണോ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾക്ക് അതിന്റെ എക്സൈറ്റ്മെന്റ് ഞങ്ങൾ ടാലി ചെയ്തിട്ടുണ്ട്. അയ്യോ, ലോ ഫ്യൂവൽ. നോക്കാം, നമ്മൾ ആദ്യമായി പെയർ ചെയ്യാൻ പോകുന്നു വണ്ടിയിലേക്ക്. കൊടുക്കൂ. ആദ്യത്തെ പെയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. Yes, it's connected, guys. It's connected. അങ്ങനെ നടന്നിരിക്കുന്നു. വേടനോ? ഓ, റിയാക്ട് ചെയ്തേക്കുന്നു. തണുപ്പ് വേണ്ട.
ഉം.